പകൽ ചൂട് വർദ്ധിച്ചതോടെ മൂന്നാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ആശങ്കയിലാണ്. അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിച്ച ഇടങ്ങളിലൊന്നായി മൂന്നാർ മാറിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് ആശങ്ക വർദ്ധിച്ചത്. മഴ മാറി 2 മാസം പിന്നിട്ടതോടെ ഹൈറേഞ്ച് മേഖലയിലും വേനൽ കനക്കുകയാണ്. പകൽച്ചൂട് വർദ്ധിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാർഷിക മേഖലയ്ക്കൊപ്പം മനുഷ്യരിലും ആശങ്കയുയർത്തി അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിച്ച ഇടങ്ങളിലൊന്നായി മൂന്നാർ മാറിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഉയർന്ന പകൽച്ചൂട് മൂന്നാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുമെല്ലാം വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. വെയിൽ കൂടുതൽ ഇருக்கு, കുട പിടിച്ചിട്ടാ വേല പാക്കണം. വേലയ്ക്ക് പോകലன்னா സാപ്പാട്ട് കഷ്ടം. ഞങ്ങളിവിടെ പണിയുന്നത് ഭയങ്കര വെയിലത്താണ്. ഭയങ്കര വെയിൽ കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. എന്നാലും പണിയാതെ പിള്ളേരെ സ്കൂളിൽ വിടണം, പിന്നെ ആശുപത്രി ചിലവുണ്ട്, അല്ലാതെയും ചിലവുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. പണിയാണെങ്കിൽ 6 ദിവസമേ കിട്ടുള്ളൂ. അത് പണിയാതിരിക്കാനും പറ്റണില്ല ഞങ്ങൾക്കൊണ്ട്. കുട പിടിച്ച് തന്നെ പണിയാൻ പറ്റില്ലല്ലോ. അന്നേരം ഈ തുണിയൊക്കെ തലയിലിട്ട് കുടയും പിടിച്ച് പണി. മൂന്നാറിലെ വെയിൽ കൂടുതൽ, எங்களுக்கு இந்த வேலை இல்லைன்னா வேறு வழி இல்லை. பிள்ளைகளை படிக்க வைக்கணும், ஆஸ்பத்திரிக்கு மாத்திரை மருந்து வாங்கணும். எங்களுக்கு ஏதாச்சும் பார்த்து ஏதாச்சும் செய்யுங்க. இந்த வேலையெல்லாம் எங்களை கொண்டு ஒன்றும் ஜீவிக்க முடியாது. இப்போ கொடையெல்லாம் பிடிச்சிட்டு தான் நாங்கள் வேலை செய்கிறோம். நான் வேலை செய்யாமையும் இருக்க முடியாது. எங்களுக்கு வறுமை വീട്ടിൽ. തണലേതുമില്ലാത്തിടത്താണ് പലപ്പോഴും ഇവർക്ക് തൊഴിൽ ചെയ്യേണ്ടി വരുന്നത്. സൂര്യതാപമേൽക്കുമോ എന്ന ഭീതി തൊഴിലാളികൾക്കുണ്ട്. രാത്രിയിൽ അന്തരീക്ഷ താപനില താഴുകയും തണുപ്പ് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ പലപ്പോഴും അസഹനീയമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. നട്ടുച്ച സമയത്തും മറ്റും പൊള്ളുന്ന പകൽച്ചൂടിനെ തരണം ചെയ്തു വേണം തൊഴിലാളികൾ തങ്ങളുടെ തൊഴിൽ ചെയ്യുവാൻ. അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുന്നത് ചർമ്മരോഗങ്ങൾക്കും സൂര്യതാപത്തിനും കാരണമാകുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.